നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മെട്രിക്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വെക്ടറിനെ സംബന്ധിച്ച് eigen values ആൻഡ് eigen vectors. സോ നമുക്കതിൻ്റെ ആക്ച്വലി അതിൻ്റെ കീ ഇൻഡ്യൂഷൻ എന്ന് പറയാം. എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. സോ സപ്പോസ് എനിക്കൊരു മെട്രിക്സ് എ ഉണ്ടെന്ന് വിചാരിക്കുക വിത്ത് സം വാല്യൂസ്. സോ ഈ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എനി മെട്രിക്സ് എന്ന് പറയുന്നത് ലൈക്ക് നമുക്കതേ നമ്പർ ഓഫ് റോസ് ഉള്ള അല്ലെങ്കിൽ അതേ നമ്പർ ഓഫ് കോളംസ് ഉള്ള മെട്രിക്സിനുള്ള എന്താണോ m/n ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ n/1 ഷേപ്പുള്ള ഒരു വെക്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെക്റ്ററിനെ ചെയ്യുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ മെട്രിക്സ് എ എന്ന് ഞാൻ പറഞ്ഞു. വെക്റ്റർ എക്സിനെ ചെയ്യുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഓക്കെ, സോ eigen വാല്യൂസ് അല്ലെങ്കിൽ eigen വെക്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെട്രിക്സ് എനെ ആ ഒരു ഓപ്പറേഷനെ പല വെക്റ്റേഴ്സിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് വെക്റ്റർ എക്സ് ഉണ്ട്, വെക്റ്റർ വൈ ഉണ്ട്, വെക്റ്റർ സി ഉണ്ട്, സോ ആൻഡ് സോ ഫോർത്ത്. സോ ഐ ക്യാൻ അപ്ലൈ ദിസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എ ഇൻ ടു ഈച്ച് ഓഫ് ദീസ് വെക്റ്റേഴ്സ്. ഓക്കെ, ഓരോന്നിലോട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണോ എക്സ് വൈ ആൻഡ് സി ആ വെക്റ്റേഴ്സിൻ്റെ എന്താണ് ലൈക്ക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഒക്കെ എങ്ങനെയാണോന്നനുസരിച്ച് ഓരോന്നിനും സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, പക്ഷേ ചില വെക്റ്റേഴ്സിന്, അതായത് മെട്രിക്സ് എ അപ്ലൈ ചെയ്യുമ്പം ചില വെക്റ്റേഴ്സിന് ഒൺലി സ്കെയിലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് 2 0 0 2 എന്ന് പറയുന്ന മെട്രിക്സും 1 1 എന്ന് പറയുന്ന മെട്രിക്സും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 2 എന്ന് പറയുന്ന ആൻസറാണ്. അതായത് നമ്മുടെ ഒറിജിനൽ 1 1 എന്ന് പറയുന്ന വെക്റ്റർ സ്കെയിലപ്പായി 2 2 എന്ന് പറയുന്ന ഒരു വെക്റ്ററായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്കെയിലിംഗ് അപ്പാണ് സംഭവിച്ചത്. അതുപോലെ 0.5 എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ ഇത് സ്കെയിൽ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 1 എന്ന് പറയുന്ന വെക്റ്റർ ഈ ഒരു 2 0 0 2 എന്ന് പറയുന്ന മെട്രിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇറ്റ്സ് എ സ്പെഷ്യൽ വെക്റ്റർ. ഓക്കെ, കാരണം ഈ വെക്റ്ററിന് സ്കെയിലിംഗ് അപ്പ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ ആംഗിളിൽ ചേഞ്ച് വരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഒരു ഗിവൺ മെട്രിക്സിൻ്റെ eigen വെക്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെട്രിക്സിന് എനി വെക്റ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ഓപ്പറേഷൻ ആവണമെന്നില്ല. വേറെ വെക്റ്റേഴ്സിന് ചിലപ്പം ബോത്ത് സ്കെയിലിംഗ് ആസ് വെൽ ആസ് ആംഗിൾ ചേഞ്ച് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് സംഭവിക്കാം. സോ അതൊന്നും eigen വെക്റ്റർ അല്ല. സ്പെസിഫിക് ആയിട്ട് ആ മെട്രിക്സിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കെയിലിംഗ് അപ്പ് ഓർ ഡൗൺ മാത്രം സംഭവിക്കുന്ന വെക്റ്റേഴ്സിനെയാണ് നമ്മൾ eigen വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര മാഗ്നിറ്റ്യൂഡ് വൈസ്, അതായത് സ്കെയിൽ അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് കൂടും, അതുപോലെ സ്കെയിൽ ഡൗൺ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് കുറയും. സോ ആ ഗിവൺ വെക്റ്റർ എത്രത്തോളം സ്കെയിൽ അപ്പ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ eigen വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ എന്താണ് eigen വാല്യൂ എന്താണ്, ഇവിടെ ഈ 1 1 എന്നുള്ളത് 2 2 ആവുകയാണ് ചെയ്തത്. സോ നമ്മുടെ eigen വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി 2 ആണ്. ഓക്കെ, ആൻഡ് ദ eigen വെക്റ്റർ ഈസ് 1 1. ഓക്കെ, സോ അഗെയിൻ ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടിപ്പിക്കൽ കോളേജ് കോഴ്സസിലൊക്കെ ലൈക്ക് പഠിക്കാറുണ്ട്. ലൈക്ക് നമ്മളാദ്യം a - λI ഈക്വൽ ടു i ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 0 അസൈൻ ചെയ്യും. എന്നിട്ട് ആ ഒരു സോൾവിങ് പ്രോസസ്സൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് 2 ലൈക്ക് ലാംഡ വാല്യൂസ് കിട്ടും. ദാറ്റ് മീൻസ് ലാംഡ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോസിബിൾ eigen വാല്യൂസ്. ഇതിന് ഓരോ പോസിബിൾ eigen വാല്യൂസിനും പോസിബിൾ ആയിട്ടുള്ള eigen വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ അത് നമ്മുടെ ടിപ്പിക്കൽ പ്രോസസ്സാണ്. ബട്ട് നമുക്ക് ഇതിൻ്റെ കീ ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത സ്പെഷ്യലായിട്ടുള്ള ആ മെട്രിക്സിന് ലൈക്ക് മെട്രിക്സ് അപ്ലൈ ചെയ്താൽ ഡയറക്ഷൻ ചേഞ്ച് ആവാത്ത സ്പെഷ്യൽ വെക്റ്റേഴ്സാണ് നമ്മൾ eigen വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ എത്ര ചേഞ്ച് വരുന്നു എന്നുള്ളതിനാണ് നമ്മൾ
ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. സോ വാട്ട്, അവിടെയാണ് ശരിക്കും ഇതിൻ്റെ കീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി അതിനുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണം? ഓക്കെ, സോ അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു കുറച്ചും കൂടി ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പഴയ ഒരു കൺസെപ്റ്റ് എടുക്കാം. സോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാറുണ്ട്. സോ പ്രൈമറി കളേഴ്സായിട്ട് നമ്മൾ പഠിക്കുന്ന റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്നാണ്. ഓക്കെ, സോ ഇതിലെന്താണ് ഈ പ്രൈമറി കളേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റേത് കളർ വേണമെങ്കിലും, ഇപ്പോൾ ഓറഞ്ചോ യെല്ലോയോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരിക്കലും റെഡ് എന്ന് പറയുന്ന കളറ് ഗ്രീനും ബ്ലൂവും എങ്ങനെയൊക്കെ മിക്സ് ചെയ്താലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുപോലെ നേരെ തിരിച്ചും, ലൈക്ക് ഓരോ കളറും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതറാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മറ്റ് കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മറ്റൊരു കളറും ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഏഗൻ വെക്ടേഴ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വെക്ടറിനെയും ഏഗൻ വെക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏഗൻ വെക്ടേഴ്സിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതായത് അവിടെ റൊട്ടേഷൻ ഇല്ല, അവിടെ ഈ പറയുന്ന സ്കെയിലിംഗ് അപ്പ് ഓർ ഡൗൺ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ എനി വെക്ടറിനെ നമുക്ക് കുറേ ഏഗൻ വെക്ടറുകളുടെ ഒരു സമ്മേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലൈക്ക് എനി വെക്ടറിന് സംഭവിക്കുന്ന നമ്മുടെ ഗിവൺ ഇൻപുട്ട് വെക്ടറിന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ അറിയാമായിരിക്കും, നമ്മൾ പലപ്പോഴും സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് സൈൻ വേവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സൈൻ വേവിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെയും അതേ കൺസെപ്റ്റ് തന്നെയാണ്. സോ ഇതെല്ലാം ഒരു ഏഗൻ വെക്ടർ എന്നല്ലെങ്കിൽ ഏഗൻ വെക്ടർ എന്ന് തന്നെ പറയാം. മാത്തമാറ്റിക്കൽ ടേംസിൽ പറഞ്ഞാൽ സൈൻ വേവ് ഒക്കെ പറഞ്ഞാൽ ഒരു ഏഗൻ വെക്ടറാണ്. കാരണം അവിടെ നമുക്ക് എപ്പോഴും നമ്മളൊരു ലൈക്ക് ഒരു ഫിൽറ്ററോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും നമുക്ക് ഈ സിഗ്നലിൻ്റെ ഷേപ്പിന് ഒരിക്കലും ചേഞ്ച് വരില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഫേസ് ഷിഫ്റ്റിൽ മാത്രമേ ചേഞ്ച് വരാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നലിൽ എന്ത് സംഭവിക്കുന്നു, ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മറ്റേതൊരു സിഗ്നലിലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റേത് സിഗ്നലിനെയും നമുക്ക് ഇത്തരത്തിലുള്ള സൈൻ വേവുകളുടെ ഒരു കോമ്പിനേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ലൈക്ക് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. കുറച്ചും കൂടെ നമ്മൾ ഒരു ഹൈ ലെവൽ ലേമാൻ ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. നമ്മളതിനെ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഐഡിയ. ഓക്കെ, സോ ഈ ഒരു ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് ഒരുപാട് റിലേറ്റഡ് കൺസെപ്റ്റുകളിൽ നമ്മുടെ ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ഒരുപാട് ഏരിയാസിൽ അത് വീണ്ടും റീഅപ്പർ ചെയ്യുന്നുണ്ട്. പലതിൻ്റെയും ഫണ്ടമെൻ്റൽ ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രിക്സ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതായത് ഒരു മെട്രിക്സ് എ എന്ന് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിനെ പല മെട്രിക്സുകളുടെ ഒരു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുന്നത്. ഓക്കെ, സോ ലൈക്ക് A1 ആൻഡ് A2. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ലൈക്ക് ഒരു വെക്ടറിനെ നമ്മൾ ആദ്യം A2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ എന്താണ് നമ്മുടെ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും നമുക്ക് 12 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ വി ക്യാൻ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻറ്റു 3 into 4. ഓക്കെ, സോ നമുക്കൊരു ഇൻപുട്ട് എക്സ് ഉണ്ടെങ്കിൽ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് 12 കൊണ്ട് ഒറ്റയടിക്ക് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ മെട്രിക്സിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് കുറേ കമ്പ്യൂട്ടേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് ഈസി ആവും. കാരണം കുറേ ടേംസ് എല്ലാം 0 ആവും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ, മെട്രിക്സ് ഡീകമ്പോസ് ചെയ്ത് എഴുതുമ്പോൾ. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ വളരെയധികം ഫാസ്റ്റ് ആവും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇങ്ങനെ ഈ ഒരു സ്പ്ലിറ്റിംഗ് എങ്ങനെ വരുന്നു, ഡീകമ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഡീകമ്പോസിഷൻ അത് പോസിബിൾ ആക്കുന്നത്. അഗെയിൻ സെയിം കൺസെപ്റ്റാണ്. നമ്മളതിനെ അതിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ ഏരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമുക്ക്
ഒരു ഡേറ്റാ സെറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റാ സെറ്റിൽ നമുക്ക് ഒരുപാട് കോളംസ് ഉണ്ട്, ലൈക്ക് x0, x1 എക്സെട്ര അപ് ടു xm കോളംസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഒരുപാട് കോളത്തിൻ്റെ എണ്ണം കൂടുമ്പം ഇറ്റ് വിൽ ബി ലൈക്ക് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കൂടും, അതുപോലെ കോസ്റ്റ് കൂടും, അൽഗോരിതം കൂടുതൽ കോംപ്ലക്സ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ റിഡൻഡൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ കോളംസിൽ കാണും. അത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ത്രോ അവേ ചെയ്യണം. സോ ഇതിന് നമുക്ക് പലപ്പോഴും ഒരു ചെറിയ ഡയമെൻഷനിലോട്ട് കൊണ്ടുവരേണ്ടി വരും. സോ ഇത് ഇഫ് ഇറ്റ് ഈസ് ഇൻ m ഡയമെൻഷണൽ സ്പേസ് നമ്മളതിനെ കുറച്ചിട്ട് ഒരു സ്മോൾ d ഡയമെൻഷണൽ സ്പേസിലോട്ട് എനിക്ക് കൊണ്ടുവരുന്നത്. സോ വേർ ലൈക്ക് d ഈസ് വെരി വെരി ലെസ് ദാൻ m. സോ അങ്ങനെയുള്ള ഒരു ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്കിൽ PCA എന്ന് പറയും. അങ്ങനെ ഒരു ടെക്നിക്കിൽ ആക്ച്വലി ഈ ഒരു ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ ഇൻറ്റേർണലി നടക്കുന്നത്. സോ അവിടെയും നമ്മൾ ഡേറ്റയുടെ സ്പ്രെഡ്, ലൈക്ക് ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ സ്പ്രെഡ് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആ ഡേറ്റേനെ നമ്മളൊരു ലോവർ ഡയമെൻഷണൽ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ അവിടെയും ആ ഡയറക്ഷൻ എങ്ങോട്ടാണ് അതിൻ്റെ സ്പ്രെഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇനി വരുന്ന പല ടോപ്പിക്കുകളിലും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്കതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കീ കമ്പോണൻറ്റ് ഓഫ് അവർ ലേണിംഗ് ഇതാണ് ഈ പറയുന്ന ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ.